അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2 ദിവസം മുമ്പ് ഒരു സുഹൃത്ത് 29 വയസ്സുണ്ട്. അദ്ദേഹം വിളിച്ച് എന്നോട് പറഞ്ഞു, എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല, ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല, വലിയ മടിയാണ്. ഏത് കാര്യത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോഴും മനസ്സ് പറയുന്നത് ചെയ്യണ്ട, അത് ശരിയാവില്ല, നീ അവിടെ പോയിട്ട് വിജയിക്കില്ല. ഈ രൂപത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഉണ്ടാവുന്നത് എന്നാണ് ആ സുഹൃത്ത് ഉണർത്തിയത്. ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മെ ആ നല്ല കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒരു ശക്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന്റെ ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും പ്രേരിപ്പിക്കുന്ന അവസ്ഥകൾ നിശ്ചയിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു നല്ല വ്യക്തിയാണെങ്കിൽ അയാളോട് നന്മ കൽപ്പിച്ചുകൊണ്ടേയിരിക്കും, അതായത് നന്മ ചെയ്യാനുള്ള പ്രേരണകൾ കിട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ ചീത്ത വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളോട് തിന്മ കൽപ്പിക്കുന്നത് പൈശാചികതയാണ്, അല്ലെങ്കിൽ പിശാചാണ്. അപ്പോ നമുക്ക് ഇത്തരത്തിലുള്ള തോന്നലുകളിൽ നിന്നും അത്തരം ചിന്തകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രഭാത പ്രാർത്ഥനകളുണ്ട്. അതുപോലെ തന്നെ മനോസംഘർഷങ്ങളും മനോദുഃഖവും ഉണ്ടാവുന്ന വേളയിലും പ്രാർത്ഥനകൾ ചെല്ലാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഹാരം. അതായത് നമ്മെ നിയന്ത്രിക്കുന്ന, നമ്മെ അടക്കി ഭരിക്കുന്ന, നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ പവർ നമ്മുടെ മുകളിലുണ്ട്. അത് അല്ലാഹുവാണ്, നമ്മുടെ സൃഷ്ടാവാണ്. ആ സൃഷ്ടാവിന് മാത്രമേ മനുഷ്യന് നന്മ വിധിക്കാനും തിന്മ വിധിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോ മനുഷ്യനെ അസ്വസ്ഥപ്പെടുത്തുന്ന ശക്തികളിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ വേണ്ടി, മാനസികമായ അസ്വാസ്ഥ്യങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നിങ്ങളോട് ഉണർത്താനുള്ളത്. അതിപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അബ്ദുക വ ഇബ്നു അബ്ദിക് നാസിയതി ബിയദിക് മാളിൻ ഫിയ ഹുക്മുക് അദ്ലുൻ ഫിയ ഖലാഉക് അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക് സമ്മൈതു ബിഹി നഫ്സക് ഔ അൻസൽതഹു ഫി കിതാബിക് ഔ അല്ലംതഹു അഹദൻ മിൻ ഇൻദിക് അഹദൻ മിൻ ഖൽഖിക് ഔ ഇസ്തഅസർത ബിഹി ഫി ഇൽമിൽ ഗൈബ് ഇൻദക് അൻ തജ്അലിൽ ഖുർആന റബീഅ ഖൽബി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. ഇതാണ് അല്പം സുദീർഘമായിട്ടുള്ള ആ പ്രാർത്ഥന. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഇതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൃഷ്ടാവായ, പ്രപഞ്ച നിയന്താവായ അള്ളാഹുവോട് നമ്മൾ ദുആ ചെയ്യാണ്, നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒന്നാമത് പറയുന്നത്, അള്ളാഹുവേ, ഞാൻ നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനുമാണ്. ഞാൻ നിന്റെ ദാസനാണ്, നിന്റെ ദാസിയുടെ മകനാണ്. എൻ്റെ കുടുംബ അല്ലെങ്കിൽ എൻ്റെ നിയന്ത്രണം നിന്റെ കയ്യിലാണ്. പൂർണ്ണമായിട്ടും എൻ്റെ നിയന്ത്രണം നിന്റെ കയ്യിലാണ്. നിന്റെ വിധി എന്നിൽ നടപ്പാകുന്നതാണ്. നിന്റെ വിധി എന്നിൽ നടപ്പാകുന്നതാണ്. എൻ്റെ വിഷയത്തിൽ നിന്റെ തീരുമാനം നീതിപൂർവമാണ്. നീ എന്ത് തീരുമാനിക്കുകയാണെങ്കിലും ആ തീരുമാനം നീതിപൂർവമാണ്. അതിൽ ഖുർആൻ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കുകയും ദുഃഖങ്ങൾക്കും ക്ലേശങ്ങൾക്കും ശമനം ആക്കുകയും ചെയ്യണമേ എന്നാണ് ഈ പ്രാർത്ഥനയിൽ കൂടി നമ്മെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് നിന്റെ കിതാബിൽ നീ അവതരിപ്പിക്കുകയോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും നീ പഠിപ്പിക്കുകയോ നിന്റെ പക്കലുള്ള അദൃശ്യ ജ്ഞാനത്തിൽ നീ രഹസ്യമാക്കി വെക്കുകയോ ചെയ്ത
സകല നാമങ്ങളും മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഈ രോഗത്തിൽ നിന്ന്, ഈ അവസ്ഥയിൽ നിന്ന്, ഈ കഷ്ടപ്പാടിൽ നിന്ന് എനിക്ക് സംരക്ഷണം നൽകാൻ കഴിവുള്ളവൻ നീ മാത്രമാണ് എന്നുള്ള പൂർണ്ണമായി അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ഭരമേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഇത്. ഈ പ്രാർത്ഥന നമ്മളൊക്കെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ മനോവിഷമങ്ങൾക്ക് വിട നൽകപ്പെടും, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി.